ഹായ് ഗൈസ്, സേവിയേഴ്സ് ലൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സുകാർക്കായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകൾ, മന്ത്രാലയങ്ങൾ, ഇന്ത്യ ഒട്ടാകെയുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള നിരവധി ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവിൽദാർ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകളുള്ളത്. 8326 ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഒട്ടാകെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമനം നടക്കും. കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിൽ കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്കും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് 4887 ഒഴിവുകളും, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക് എന്നിവിടങ്ങളിലെ ഹവിൽദാർ പോസ്റ്റിലേക്ക് 3439 ഒഴിവുകളുമുണ്ട്. SSLC മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിനോട് അനുയോജ്യമായിട്ടുള്ള പരീക്ഷകൾ പാസ്സായിട്ടുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ആപ്ലിക്കൻറ്റിൻ്റെ പ്രായപരിധി MDS പോസ്റ്റിലേക്കാണെങ്കിൽ 18നും 25 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. അതായത് ആപ്ലിക്കൻറ്റ് 2 ആഗസ്റ്റ് 1999നും 1 ആഗസ്റ്റ് 2006നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഹവിൽദാർ പോസ്റ്റിനും റവന്യൂ വകുപ്പിലെ MDS പോസ്റ്റിലേക്കും അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി 18നും 27നും മധ്യയായിരിക്കണം. അതായത് 2 ആഗസ്റ്റ് 1997നും 1 ആഗസ്റ്റ് 2006നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിന് 3 വർഷവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കും മറ്റും ചട്ടപ്രകാരമുള്ള ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. ഹവിൽദാർ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അപേക്ഷകൻ ഫിസിക്കലിലും മെഡിക്കലിലും ഫിറ്റായിരിക്കണം. ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റായ PET മെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് നടന്നെത്തണം എന്നുള്ളതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ 1 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ടാണ് നടന്നെത്തേണ്ടത്. മെയിൽ കാൻഡിഡേറ്റിൻ്റെ ഹൈറ്റ് വേണ്ടത് 157.5 സെൻറ്റിമീറ്ററാണ്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ മിനിമം 5 സെൻറ്റിമീറ്റർ എങ്കിലും വേണം. ഫീമെയിൽ കാൻഡിഡേറ്റിൻ്റെ ഹൈറ്റ് 152 സെൻറ്റിമീറ്ററാണ്. അവരുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 48 കിലോഗ്രാം വെയിറ്റും വേണം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് നടത്തുന്നത്. ഒരു ദിവസം തന്നെ 2 സെക്ഷനായിട്ടാണ് എക്സാം നടത്തുന്നത്. സെക്ഷൻ 1ൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിങ് എബിലിറ്റിയും ആൻഡ് പ്രോബ്ലം സോൾവിങ്ങുമാണ് വരുന്നത്. 60 മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ടൈം 45 മിനിറ്റാണ്. 45 മിനിറ്റ് പൂർത്തിയാക്കുമ്പോൾ സെക്ഷൻ 1 ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നതാണ്. സെക്ഷൻ 2ൽ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനാണ്. അത് 75 മാർക്കിൻ്റെ 25 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ടൈമിംഗ് 45 മിനിറ്റാണ്. 45 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ അതും ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നതാണ്. ഗൈസ്, ഡോക്യുമെൻ്റായി വേണ്ടത് SSLC, പിന്നെ നിങ്ങളുടെ ഫോട്ടോ ലൈവ് ഇമേജ് ക്യാപ്ചറായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ ഒരു സിഗ്നേച്ചറിൻ്റെ ആവശ്യമുണ്ട്. 10 to 20 KB ആണ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ അടങ്ങിയ ബുക്സ് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. വിമുക്ത ഭടന്മാർ, വനിതകൾ, SC/ST, PWBD എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഫീസ് അടയ്ക്കേണ്ടി വരുന്നില്ല. ആപ്ലിക്കൻ്റ് ആദ്യം ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 30 വരെയാണ്. ഓൺലൈനായി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട അവസാന തീയതി ആഗസ്റ്റ് 1 വരെയാണ്. ഈ വർഷം ഒക്ടോബർ നവംബറിൽ നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇംഗ്ലീഷിനും ഹിന്ദിക്കും പുറമെ മലയാളത്തിലും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം. നല്ലൊരു വേക്കൻസിയാണ് SSC പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഗൈസ്, നിങ്ങൾ എനിക്ക് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഷെയറിൽ മറ്റൊരാൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചിരിക്കും. അതുപോലെ നിങ്ങൾ എനിക്ക് കമൻസ് തരണം. നിങ്ങളുടെ കമൻസിന് ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.